മധു, ഗുഡ് മോർണിംഗ്. മധു, ആദ്യം നമുക്ക് ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയണം. തീർച്ചയായിട്ടും ഒരുപാട് മലയാളികളുള്ള പട്ടണമാണല്ലോ ന്യൂയോർക്ക്. അദ്ദേഹത്തിന് വിജയസാധ്യത, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത വളരെ കൂടുതലാണെന്ന് സർവേ ഫലങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി? അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുമ്പോൾ ദശാബ്ദങ്ങളായി ഡെമോക്രാറ്റ്സ് വിജയിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള ഒരു നഗരമാണ് ന്യൂയോർക്ക് നഗരം. തന്നെയുമല്ല, മംദാനി വളരെ ശ്രദ്ധേയമായത് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളിലൂടെ ആണ്. പ്രത്യേകിച്ച് ഈ തൊട്ടടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞത്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താൻ മേയറായാൽ ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവ് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നൽകും. അതുമാത്രമല്ല, ഗസയിലും ഒക്കെ ഇസ്രായേലിനെതിരെ അദ്ദേഹം വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ പാക്കേജിൽ സൂചിപ്പിച്ചതുപോലെ മീര നായരുടെ മകനാണ് സോറൻ മംദാനി. മീര നായർ എന്ന് പറയുമ്പം നായർ NAYYAR ഒറീസയിൽ നിന്നുള്ള ആളാണ് മീര നായർ. 2012 ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ നൽകി ആദരിച്ചതാണ് മീര നായരെ. അതുമാത്രമല്ല, ഈ മംദാനിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുന്നത്. ലിറ്റിൽ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കൊച്ചു കമ്മ്യൂണിസ്റ്റുകാരനാണ് വരുന്നത്, തടയണം. ഒരു വശത്ത് ഇദ്ദേഹം ഡീപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ ചർച്ചയായതായിരുന്നു. ശരിയായ രീതിയിലല്ല വന്നത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. പക്ഷെ മംദാനി ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന ആൻഡ്രൂ കുമോയ്ക്ക് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. തന്നെയുമല്ല, SKN വേറൊരു രാഷ്ട്രീയ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മംദാനി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ വൈറ്റ് ഹൗസിൽ മംദാനിയെ കാണാനുള്ള ഒരു യാത്രയുടെ തുടക്കമായിക്കൂടാ എന്ന് പറയുന്നതുമുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.